ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോലും അറിയാണ്ട് നടക്കുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത്, എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന പൈൽ ഏതാണോ ആ ഒരു പൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പൈൽ, ഈ ഒരു പൈല്, സെക്കൻഡ് പൈല്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പൈല് നോക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും അതായത് നിങ്ങളുടെ വ്യക്തി ആരാണ്, ആ ഒരു വ്യക്തിയെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ മെയിൻലി ആലോചിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ആരാണോ നിങ്ങളുടെ വ്യക്തി, ആ ഒരു വ്യക്തിയെ കുറിച്ച്, ആ ഒരു വ്യക്തിയുടെ ഫേസ്, ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കാം. റിലേഷൻഷിപ്പിൽ നടക്കുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നത് എന്താണെന്ന്, എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ മനസ്സ് ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് മെയിൻലി സംഭവം നടക്കുന്നത് മാനസികപരമായിട്ടുള്ളൊരു ഇഷ്ടമാണ്. മനസ്സ് ലോക്കാണ്. അതായത് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് പേജ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്ന കേസ് എന്ന് പറയുമ്പോഴത്തേക്കും മാനസികപരമായിട്ടുള്ള എന്തോ ഒരു ലോക്ക്, മാനസികപരമായിട്ടുള്ള എന്തോ ഒരു തടസ്സം, മനസ്സ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, എന്തൊക്കെയോ മാനസികപരമായിട്ട് എന്തൊക്കെയോ ലോക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു എനർജി ലോസിങ്, ഒരു എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്. മാനസികപരമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സംസാരം കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കാം, എനർജി കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കാം, ഈഗോ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കാം. മനസ്സ് കൊണ്ടായിരിക്കത്തില്ല. മനസ്സ് ബ്ലോക്കാണ്. ഓൾറെഡി മനസ്സിന്റെ ഹാർട്ട് ബ്ലോക്ക് ആവുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ബ്ലോക്ക് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ അതിന്റെ ഒരു ഓറ വെച്ച് യൂസ് ആവുന്നുണ്ട്, ഓറ വെച്ച് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓറ ബേസിലാണ് ആ ഒരു എനർജി പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറച്ചധികം വിഷമത്തില് ഭയങ്കരമായിട്ടും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അത്രത്തോളം ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു അന്ത്യമുണ്ട്, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു വിധി വരും എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന കുറച്ചധികം ആൾക്കാർ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി പോയി കഴിഞ്ഞാലും, ഇപ്പം ആരെങ്കിലും ചെന്നിട്ട് അങ്ങനെയല്ല, എന്താണ്, ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ വേണ്ടാന്നും പറഞ്ഞു പോവും. വേണ്ടാന്നും പറഞ്ഞു പോയതിനു ശേഷം ഒരു മെസ്സേജ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഹായ് വരുന്ന സമയത്തോ നിങ്ങൾ അതിലോട്ട് അടുക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് പറയും വേണ്ട വേണ്ടാന്നും പറഞ്ഞ് നിങ്ങൾ ടോട്ടലായിട്ട് ഒഴിവായി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചിട്ട് ഈ റിലേഷൻഷിപ്പിലോട്ട് നിങ്ങളെ ഇറക്കും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആ റിലേഷൻഷിപ്പിലോട്ട് പോകും, നിങ്ങൾ ഒളിഞ്ഞു നോക്കും. അങ്ങനത്തെ ആൾക്കാരായിട്ട് അവിടെ കാണാൻ പറ്റും. അതായത് നിങ്ങളെ റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട്, വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് ഭയങ്കരമായിട്ടുള്ളൊരു
താല്പര്യമുണ്ട്, വേണ്ടാന്ന് പറഞ്ഞ് നിന്നാലും ഒരു താല്പര്യമുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ജേണി, നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് ഇതിലോട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഒരു ഫേസിൽ നിന്നും വേറൊരു ഫേസിലോട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ. അതായത് ഇപ്പം നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾ പഠിച്ചൊരു പാഠം ഉണ്ടായിരിക്കും. ഇപ്പം ആൾക്കാർ പലതും പറയും, ഇപ്പം മോട്ടിവേഷൻസും അങ്ങനത്തെ ഉള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ തന്നെ പറയുന്നത് ഇത് റീഡിങ്സ് വെച്ചാണെങ്കിൽ നിങ്ങളിത് ഓക്കെ കേട്ടോളൂ. അല്ലാണ്ട് ഇപ്പം എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു വെച്ചാൽ അത് നിങ്ങൾക്ക് റിയലൈസ് ആവണം എന്നില്ല ചില കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പഠിപ്പിക്കുന്ന ഒരു പാഠം ഉണ്ടാവും, നിങ്ങളുടെ ജേണി നിങ്ങളുടെ ലൈഫ് പഠിപ്പിക്കുന്ന ഒരു പാഠം ഉണ്ടാവും. അതായത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വയറ് വീക്കത്തില്ല. ഓക്കെ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലൈഫ് ജേണി ഉണ്ട്. അത് ചിലപ്പം അത് വേറൊരാൾക്ക് ഒരിക്കലും എല്ലാവരും ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് തന്നെ ഒരാളുടെ ലൈഫ് ഒരാളുടെ ഇതായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഓരോരോ ആൾക്കാർക്കും ഓരോരോ ലൈഫ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ജേണി ഭയങ്കരമായിട്ടുള്ള ഒരു ഇതായിട്ട് കാണാൻ പറ്റും. നിങ്ങളൊരു പവർഫുൾ ലേഡി അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന. നിങ്ങൾ ഭയങ്കര പവർഫുള്ളാണ്. ജോബ് വൈസ് ആയാലും കരിയർ വൈസ് ആയാലും ഇൻറ്റ്യൂട്ടീവ് ആയി കഴിഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള എന്തായാലും ഒരു ബ്രില്യന്റ് ഒരു ഓൾഡ് സോൾ ആയിട്ടാണ് അവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെക്കാളും മേളിലുള്ള നിങ്ങളെ ഒരു 50 വയസ്സുള്ള ഒരാൾ ഒരു അല്ലെങ്കിൽ ഒരു 60 ഒരു 70 80 വയസ്സുള്ള ഒരാൾ നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയാണ് ഞാൻ നിന്നേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് റിട്ടേൺ പറയണം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ഈ വർഷം ഈ ഒരു സമയം മാത്രം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഓൾഡ് സോൾ ഞാൻ നിന്നെക്കാളും ഇറങ്ങി വന്നതാ. മനസ്സിലായി? അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ല എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവരുടെ അടുത്ത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ആരെങ്കിലും ഉപദേശിക്കാൻ നിന്നാലോ ആരുടെയെങ്കിലും ഒരു ഇങ്ങനെ പോണം അങ്ങനെ പോണം എന്ന് പറയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേൾക്കാണ്ടിരിക്കുക മാക്സിമം. അങ്ങനെ കേൾക്കാത്ത ആൾക്കാരാണ്, പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ ആയി പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക, ആരുടെയും ലൂപ്പിൽ വീണ് പോകാണ്ടിരിക്കുക മാക്സിമം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന ജെന്യുവിൻ ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളും ജെന്യുവിൻ ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്തും ജെന്യുവിൻ ആണ്, ഇപ്പോഴും ജെന്യുവിൻ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിൽ കപടപരമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല. വേറെ അങ്ങനത്തെ ഉള്ള കപടം കാണിച്ചു നിൽക്കുന്ന ഒരു സംഭവമല്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാവുന്ന ഈഗോ അങ്ങനത്തേക്കുള്ള ഒരു ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പം എന്താ പറയാ, രണ്ടുപേരും ജെന്യുവിൻ ആണ്, മനസ്സുകൊണ്ട് രണ്ടുപേരും ഓക്കെ ആണ്. മനസ്സുകൊണ്ട് രണ്ടുപേരും മനസ്സിന്റെ ഒരു കളി ആയതുകൊണ്ട് തന്നെ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവണം. കുറച്ചും കൂടെ രണ്ടുപേരും ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരു എന്താ പറയാ ഒരു മെന്റലി നിങ്ങൾ കുറച്ചധികം ഓക്കെ ആയ ആൾക്കാരാണ്, അല്ലെങ്കിൽ മെന്റലി നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വൽ പരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇത് ആർക്കോ ഏതോ ഒരു വ്യക്തിക്ക് എന്തോ കാര്യം മനസ്സിലാവുന്നില്ല, ആർക്കോ എന്തോ കണക്റ്റഡ് ആവുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് കാണാൻ പറ്റുന്നത്. ഏതോ ഒരു വ്യക്തിക്ക് എന്തോ കണക്റ്റഡ് ആയിട്ടുണ്ട്, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തോ കണക്റ്റഡ് ആവുന്നില്ല, കണക്റ്റ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ. നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റാത്തായിരിക്കാം, ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റാത്തായിരിക്കാം, നിങ്ങളുടെ സിറ്റുവേഷൻ ആ വ്യക്തിക്ക് കറക്റ്റഡ് ആവാത്തതായിരിക്കാം. നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ആ വ്യക്തി എടുത്ത് പറയാത്തത് കൊണ്ട് തന്നെ ആ വ്യക്തി സുഖമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊന്നും ആ വ്യക്തി എടുത്ത് പറയുന്നില്ല നിങ്ങൾ. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ സിറ്റുവേഷൻസ്, നിങ്ങളുടേതായ ഒരു നെഗറ്റിവിറ്റീസ് അത്രത്തോളം ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്നുണ്ട്. ഈ ഒറ്റയ്ക്കിരുന്ന് വിഷമിച്ചിട്ട് നിങ്ങളുടെ സോളിനെ വേദനിപ്പിക്കുക എന്നുള്ളതല്ലാണ്ട് അതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും പറയാൻ ഉണ്ട്, എന്തെങ്കിലും പ്രശ്നം വന്ന സിറ്റുവേഷൻസ് അങ്ങനെ ഡാർക്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തുറന്നങ്ങോട്ട് പറയാം. അവിടെ വേറൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, പ്രശ്നങ്ങൾ തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നി അത് ഭയങ്കര പ്രശ്നമാവും, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ആശ്വാസം നിങ്ങൾക്ക് നൽകും. ഇതിൽ ഏതിലെങ്കിലും ഒന്നിലായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റയ്ക്ക്, ഞാൻ പറഞ്ഞ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് മാനസികമായിട്ടും അനുഭവിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അതങ്ങ് പറഞ്ഞു തീർത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവായി പോകുന്നതോ അല്ലെങ്കിൽ എന്തോ സംസാരിച്ച് തീർക്കുന്നതിന്റെ അത്രയും വരത്തില്ല. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സംസാരിച്ച് തീർക്കണം. അല്ലാണ്ട് മനസ്സിൽ വെച്ചിട്ട് ഇപ്പം ഒരു മനസ്സിൽ നിങ്ങൾ വെച്ചിട്ട് ടാറോട്ട് കാർഡ് റീഡിങ് നോക്കിക്കഴിഞ്ഞാൽ അത് അവർക്ക് റിലേറ്റഡ് ആവത്തൊന്നുമില്ല. അവരുടെ എനർജി എടുത്ത് നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തരും. പിന്നീട് നിങ്ങൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കും, വരും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെയൊക്കെ സ്ട്രോങ് ആവാൻ പറ്റും. ലൈഫിൽ കുറച്ചും കൂടെയൊക്കെ സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് സ്ട്രോങ് ആവുന്ന ആൾക്കാരുടെ കൂടെ മാത്രമേ എപ്പോഴും ഡിവൈൻസും ആൾക്കാരും എനർജീസും എല്ലാം കണക്റ്റഡ് ആയി വരുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ്.
സ്ട്രോങ് അല്ലാതെ നമ്മൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഫേസസ് എന്ന് പറയുന്നത് നമ്മളെ അടുത്തോട്ട് ആരും വരത്തില്ല. നമ്മളെ അടുത്തോട്ട് ആരും വരാൻ വേണ്ടി സമ്മതിക്കത്തില്ല. അത്രത്തോളം നമ്മൾ ലോ എനർജി അല്ലേ. അപ്പൊ നമ്മൾ ലോ എനർജി നിൽക്കുമ്പോൾ നമ്മുടെ ലോ എനർജി കുറച്ചുകൂടെ പോകാനേ ശ്രമിക്കത്തുള്ളൂ. കുറച്ചുകൂടെ എനർജി പോകും നമ്മളേന്ന്. ഓക്കെ, അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവിടെ സക്സസ് ഉണ്ടാവുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒന്ന് ആശ്വാസം കണ്ടെത്തുന്ന സമയം തൊട്ട് അവിടെ ഭയങ്കരമായ മൂർച്ചയേറിയ പ്രശ്നങ്ങളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ്സിന്റെ ഒരു ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങളുടെ ചിന്താഗതികളായിരിക്കാം, നിങ്ങൾ പോകുന്ന വഴികളായിരിക്കാം, നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്ന ഒന്നുമില്ലാത്ത കുറെ കാര്യങ്ങളായിരിക്കാം, സിറ്റുവേഷൻസ് മനസ്സിലാക്കാണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞുകൂടാണ്ട് നിങ്ങളുടേതായ തീരുമാനം എടുത്തതിന് ശേഷം അങ്ങനെ പോകുന്ന കുറച്ച് തീരുമാനങ്ങളായിരിക്കാം. അപ്പം അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ കുറെ അധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങളെ ആഗ്രഹിച്ച് നിൽക്കുന്നത്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കുറെ അധികം ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നത് ഒറ്റ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മേളിൽ നിങ്ങൾക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല വേറൊരു വ്യക്തിയെ. അത് സെക്ഷൽ ആയാലും അറ്റാച്ച്ഡ് ആയാലും എന്ത് ഒരു അങ്ങനത്തെ ഒരു സംഭവമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, അവേക്കനിങ്, ലോക പരിചയം, ലോക എക്സ്പീരിയൻസ്, സ്പിരിച്വാലിറ്റി, ഇതൊക്കെ ഭയങ്കരമായിട്ടും വലുതാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ ഭയങ്കര പാടുമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു സോൾ കണക്ഷൻ ആണ്. സോൾ കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പഴയ ഒരു സോൾ ലെവലിലുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പഴയ സോൾ, അതായത് നമ്പർ 1 ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സോൾ കണക്ഷൻ ആണ്. ബോഡി ടു ബോഡി പോലെ അല്ല, സോൾ കണക്ഷൻ ആത്മീയപരമായിട്ടുള്ള സംഭവമായിട്ടാണ് കാണാൻ പറ്റുക. കാരണം നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ദേഷ്യക്കാരനായിരിക്കാം, പ്രശ്നക്കാരനായിരിക്കാം, പക്ഷെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു നിങ്ങൾക്ക് തന്ന എന്തോ ഒരു മെന്റൽ പവർ ഉണ്ട്. ആ ഒരു സമയം നിങ്ങൾക്ക് ഭയങ്കര വലുതായിരിക്കാം മേ ബി. അതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സ്പിരിച്വൽ സ്ട്രെങ്ത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന, ഈ ഒരു റിലേഷൻഷിപ്പിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇതിന് പുറമെ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമുക്ക് സെക്കൻഡ് പൈലിലോട്ട് പോവാം. ഓക്കെ, അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ, ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് സെക്കൻഡ് പൈൽ. സെക്കൻഡ് പൈൽ. ഓക്കെ, അപ്പോ സെക്കൻഡ് പൈൽ നമുക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ് പൈൽ. ഓക്കെ, സെക്കൻഡ് പൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കണ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ വലിയ ഉദ്ദേശമൊന്നുമില്ല. കുറെ അധികം ചലഞ്ചസ് ഫേസ് ചെയ്യുക, ഒരു സേഫ് സോണിൽ നിന്നും നിങ്ങൾ സേഫ് സോണിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഹാപ്പിനെസ്സിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ പിടിച്ച് ചലഞ്ചസ് ഫേസ് ചെയ്യുക, പ്രശ്നങ്ങളിലോട്ട് പിടിച്ചിടുക, വരുന്നതെല്ലാം നെഗറ്റീവ്സ്, സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തെന്നറിയാൻ പറ്റാത്ത ലൈഫിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നു. നിങ്ങൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾ വേറൊരു പാത്തിലോട്ട് പോകുന്നു, സ്പിരിച്വൽ പരമായിട്ടുള്ള പാത്തിലോട്ട് പോകുന്നു, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നു. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരേണ്ടാത്ത പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണാൻ പറ്റുന്നത്. ഐ തിങ്ക്, അല്ലെ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ
നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചു കാണത്തില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. പോകുന്ന ആദ്യത്തെ ഒരു ടൈമിൽ നിങ്ങൾ വിചാരിച്ചു കാണത്തില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട്, നിങ്ങൾ വലിയ പ്രശ്നങ്ങളും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ തലമണ്ടയ്ക്ക് വരുന്ന ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് പോണം, മുന്നോട്ട് പോണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ പറ്റാത്തൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തമ്മിലൊരു ടെലിപ്പതി കണക്ഷൻ ഉണ്ട്, നിങ്ങൾ തമ്മിലൊരു മൈൻഡ് കണക്ഷൻ ഉണ്ട്, നിങ്ങൾ തമ്മിലൊരു മൈൻഡ് ഗെയിം ഉണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിങ്സ് മനസ്സിലാവും. എന്തെങ്കിലും കാര്യങ്ങൾ സ്വപ്നം വഴിയോ ഇൻറ്റ്യൂഷൻ വഴിയോ ഒക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ കത്തും. ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഒരു സമയത്താണ്. കാരണം മനസ്സിന്റെ കണക്ഷനേക്കാൾ നിങ്ങൾക്ക് ബ്രെയിനിന്റെ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു മൈൻഡ് ടു മൈൻഡ് കണക്ഷൻ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളെ മാറ്റിയത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാക്കി മാറ്റാൻ ഈ വ്യക്തിക്ക് പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, ദേഷ്യം കൂടുതലുള്ള വ്യക്തിയായിരിക്കാം, വാശി കൂടുതലുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എത്രയൊക്കെ വന്നു കഴിഞ്ഞാലും എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അലിയിപ്പിക്കാൻ പറ്റാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ആയതും, അല്ല ഒരു ബോയോ ലേഡിയോ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാനും പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനും പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ്. ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ്, സ്പിരിറ്റ് കണക്ഷൻ ആണ്, നിങ്ങളുടെ ഒരു എനർജി ഓറ സ്പിരിറ്റ് കണക്ഷൻ ആണ് ഇത് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ആ ഒരു വ്യക്തിയുമായിട്ട് കുറച്ച് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ളൊരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്തോട്ട് പോണം എന്ന് കാണും ഈ ഒരു സമയത്ത്. പക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ട് നിങ്ങൾക്ക് അതിലോട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പോണം എന്നുണ്ട്, അങ്ങോട്ട് ചെന്ന് ആ ഒരു വ്യക്തിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളൊരിതുണ്ട്. ഭയങ്കര വിഷമമായിട്ടുള്ളൊരു സിറ്റുവേഷൻ. ഈ വിഷമം കൊണ്ട് അങ്ങോട്ട് പോയിട്ട് നിങ്ങളുടെ ആ ഒരു വില പോകുമോ എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ, വേണ്ട അങ്ങോട്ട് പോണ്ട എന്ന്. കാരണം ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, കുറെ കാര്യങ്ങളിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾ ആ വ്യക്തിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങളുടെ കുറെ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണെന്ന് ആ വ്യക്തിക്ക് അറിയത്തില്ല. നിങ്ങളുടെ ജെന്യുൻ ഫീലിങ്സ്, നിങ്ങളുടെ ജെന്യുൻ ആയിട്ടുള്ള വ്യക്തി എന്താണെന്ന് അറിയത്തില്ല. നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ഫേസ്, നിങ്ങളൊരു ഗുഡ് ഫേസ്, നിങ്ങൾക്ക് നല്ല ഫേസ് മാത്രമേ ആ വ്യക്തി കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ ടോപ്പ് എൻഡ്, നിങ്ങളുടെ വിഷമം, സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഡാർക്ക് നിങ്ങൾ ആ വ്യക്തിയെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ അത് അറിയിക്കുന്നത് യൂണിവേഴ്സലിന്റെ അടുത്തായിരിക്കാം, ഈ പറയുന്ന എനർജി ദൈവത്തിന്റെ അടുത്തായിരിക്കാം. പക്ഷെ നിങ്ങൾ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം പവർഫുൾ ആണ് എന്ന് ആ വ്യക്തിക്ക് അറിയത്തില്ല. അതായിരിക്കാം ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ കാര്യങ്ങളും ആ വ്യക്തിയുടെ സിറ്റുവേഷൻസും ആയിരിക്കാം ആ വ്യക്തി വരുന്നത്. പക്ഷെ നിങ്ങൾ തരണം ചെയ്ത കാര്യങ്ങളും നിങ്ങൾ ഹാൻഡിൽ ചെയ്ത സിറ്റുവേഷൻസ് ഒന്നും ആ വ്യക്തിക്ക് അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് കുറച്ചധികം ആൾക്കാരുടെ ലൈഫിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കാർമിക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വന്നിരിക്കുന്നത്. അതായത് പാസ്റ്റ് ലൈഫിലുള്ളതായിരിക്കാം, ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്തതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ജനിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്ത ഓരോ തെറ്റുകളും ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. പല രീതിക്കും പലരും ക്ലെൻസ് ചെയ്യുന്നത് വേറെ രീതിക്കായിരിക്കും. പക്ഷെ ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുമ്പോൾ തന്നെ അത് ക്ലെൻസ് ആവും. ആ വ്യക്തികൾക്ക്, ആ ഗണത്തിൽപ്പെട്ട ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് തന്നെ അത് ക്ലെൻസ് ആയി പോകും. അത് ചിലപ്പം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, പോകേണ്ട വഴികളായിരിക്കാം, നിങ്ങളെ നയിക്കുന്നതായിരിക്കാം, നിയോഗമായിരിക്കാം, വിധിയായിരിക്കാം. ഇതിനെ സംബന്ധിച്ചൊക്കെ ഇതിനകത്ത് കുറെ അധികം കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു നയിക്കുന്ന കുറച്ചധികം ടീംസുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു വഴി പോവേണ്ട ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വഴി പോവുക തന്നെ വേണം, കുറച്ചധികം ആൾക്കാർ. അപ്പം അതിന് കുറച്ചധികം സിറ്റുവേഷൻസ്, പ്രശ്നങ്ങൾ, വീട്ടിൽ നിന്നുള്ള തരണം, അങ്ങനത്തുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും മനസ്സിലാക്കുക. ഇവിടെ കാണാൻ പറ്റുന്നത് മാനസികപരമായിട്ടുള്ള ഒരു ഇഷ്ടം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് ആ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആവാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇമോഷണൽ കണക്ഷൻ ആണ്.
അതുകൊണ്ടായിരിക്കാം നിങ്ങൾ എത്രത്തോളം കരഞ്ഞും വിളിച്ചും സിറ്റുവേഷൻസ് ഡാർക്ക് ആയിട്ടൊക്കെ ഇരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇമോഷണൽ ലോസ് ആണ്. ഈ ഇമോഷണൽ ലോസിനെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ്. ഇമോഷണൽ ലോസ്, എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല, നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെയൊക്കെ കുറെ അധികം കാര്യങ്ങൾ. അപ്പം ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്തായാലും നിങ്ങൾക്ക് ഇത് എത്രത്തോളം കണക്റ്റഡ് ആവും എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത്രത്തോളം പാനിക് ആവാണ്ട് ഈ ടൈം കടന്നു പോകും. ഈ ഒരു വ്യക്തി, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഫാന്റസി വേൾഡിൽ ഇറങ്ങുന്ന സമയത്ത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫാന്റസി വേൾഡിൽ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഭയങ്കരമായിട്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റി തരും. പിന്നെ പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ആ ഒരു സിറ്റുവേഷൻ വിടുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുക. ഈ ഒരു റിലേഷൻഷിപ്പിന് വ്യക്തമായ പർപ്പസ് ഉണ്ട്. സോൾ പർപ്പസ് ആയിരിക്കാം, സോൾ കണക്ഷൻ ആയിരിക്കാം, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾ വിചാരിക്കും ഇതൊരു ചുമ്മാ ഒരു കാര്യമാണ്, പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതായിരിക്കാം നിങ്ങളുടെ സോൾ പർപ്പസ്. ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നതായിരിക്കാം ഒരു സോൾ പർപ്പസ്. ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങളുടെ ആഗ്രഹം എന്തെങ്കിലും സാധിക്കുന്നതായിരിക്കാം. ഈ ഒരു ഇതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലോട്ട് അടുക്കുന്നതായിരിക്കാം നിങ്ങളുടെ സോൾ പർപ്പസ്. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് 100% ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു സോൾ പർപ്പസ് കൺഫേം ഒരു സോൾ പർപ്പസ്, ഒരു ഹോപ്പ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട്, ഫിനാൻഷ്യൽ മെറ്റൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, കുറെ അധികം റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. നല്ലവരായ ആൾക്കാരെ നിങ്ങൾ ഈ സമയത്ത് കാണാൻ നിങ്ങൾക്ക് വിധി ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിലോട്ട് വരേണ്ട ആൾക്കാർ ഈ റിലേഷൻഷിപ്പ് മൂലം നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരും. ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുതരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്തു, കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫാമിലി അടുത്ത് നിങ്ങൾ ചെന്ന് ഈ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാലോ, നിങ്ങളുടെ കൂട്ടുകാരടുത്ത് ചെന്ന് ഈ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളടുത്ത് ആർക്കെങ്കിലും ഇത് പറയണം, പക്ഷെ നിങ്ങൾ ഇത് ആരെടുത്താണ് പറയേണ്ടത് എന്നും അറിയാൻ പറ്റാത്തൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് മക്കളടുത്തും പറയാൻ പറ്റത്തില്ല, മരുമക്കളടുത്തും പറയാൻ പറ്റത്തില്ല, ഇത് ആരെടുത്തും പറയാൻ പറ്റത്തില്ല. എന്താത്തൊരു സിറ്റുവേഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ടൈം. ഇത് എഴുതപ്പെട്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും അത് ഓരോ പോയിന്റ് വരെ എഴുതി വെച്ചേക്കുന്ന ക്രിയേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ വരെ നിങ്ങളുടെ മൈൻഡ് അവിടെ ബ്ലാങ്ക് ഔട്ട് ആക്കിയിട്ട് അതിൽ നിന്ന് മാറ്റി വിടും. അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് ആർക്കും പറയാനോ, നിങ്ങൾക്കത് മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കേണ്ട ഒരു ടൈം ആണെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോവേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ കാണാം. പക്ഷെ എന്തെങ്കിലും ഒരു ഹോപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, എന്തെങ്കിലും ഒരു ഹോപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങൾ അത്രയും അങ്ങ് ഡൗൺ ആക്കി കളയത്തില്ല. അവേക്കനിങ് ആണ്. വരേണ്ട ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. സ്പിരിച്വൽ പരമായിട്ടുള്ള കണക്ഷൻ ഉള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ടൈം കൊണ്ട്. ഓൾഡ് സോൾഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചധികം സിറ്റുവേഷൻസ് അനുഭവിക്കേണ്ടി വരും. അത് റിയലൈസ് ചെയ്യുക. അതിനെ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത്, കാർമിക് ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെടുത്തും പോയിട്ട് അത് ക്ലെൻസ് ചെയ്യണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അവിടെ തന്നെ അങ്ങനെ കിടക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്ലെൻസ് ചെയ്യേണ്ട സാധനങ്ങൾ ക്ലെൻസ് ചെയ്ത് തന്നെ കളയേണ്ടി വരും. ഓക്കെ, അപ്പം കാർമിക്ക് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അത് വരും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വരുന്ന കുറെ അധികം ചേഞ്ചസിലൂടെ നിങ്ങൾക്ക് വരുന്ന ഫിനാൻഷ്യൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഫിനാൻഷ്യൽ നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറെ അധികം സാധനങ്ങൾ വാങ്ങുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് തന്നെ പിന്നെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഡ്രസ്സ് അങ്ങനത്തെ, അതായത് നിങ്ങൾക്ക് മെറ്റീരിയൽ ലൈഫിൽ കുറച്ചുകൂടെ കിങ് ആവണം. പക്ഷെ ആ ഒരു കളർ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വരണം എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് പുറമെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിലോട്ട് കാണാം.